വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ആവശ്യപ്പെട്ട് പിണറായി സർക്കാരിന് ബക്കാഡി കമ്പനി അയച്ച കത്ത് പുറത്ത്. ബിയറിന്റെയും വൈനിന്റെയും നികുതി പോലെ ബക്കാഡി പ്ലസ് ബ്രീസർ എന്നിവയുടെ നികുതി കുറയ്ക്കണമെന്നായിരുന്നു കത്തിൽ ആവശ്യം. കത്ത് എം വി ഗോവിന്ദൻ നികുതി സെക്രട്ടറിക്ക് കൈമാറി. പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് നികുതി സെക്രട്ടറിക്ക് എക്സൈസ് മന്ത്രി നിർദ്ദേശവും നൽകി. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, ഇപ്പോൾ ഈ കത്ത് ആരാണ് പുറത്തുവിട്ടിരിക്കുന്നത്? എന്നായിരുന്നു ബക്കാഡി കമ്പനി കത്ത് അന്നത്തെ സർക്കാരിന് അയച്ചത്? പിന്നീട് എം വി ഗോവിന്ദന്റെ കയ്യിൽ കിട്ടി, നികുതി സെക്രട്ടറിക്ക് കൈമാറി. അതിനൊരു മറുപടി അന്ന് തന്നെ കൊടുത്തിരുന്നോ? ഇപ്പോൾ ആദ്യം ചോദിച്ചത് ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് കത്ത് പുറത്തുവിട്ടത് എന്നുള്ളത്. അത് ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. അത് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എന്തായാലും ഒരു കത്ത് എം വി ഗോവിന്ദന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ കത്തിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ബക്കാഡി കമ്പനിയുടെ ഒരു അപേക്ഷയാണ്. അപേക്ഷയിൽ വിവിധ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് ഇത്രയും നികുതിയില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ 251% നികുതി ഏർപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് നികുതി കുറച്ച് നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന കാര്യം നികുതി കുറയ്ക്കുന്നത് ബിയറിന്റെ വൈനിന്റെ നികുതിയിലേക്ക് കുറയ്ക്കണം എന്നുള്ളതാണ്. ബിയറിന്റെ വൈനിന്റെയും നികുതിയിലേക്കോ അതിൽ ഇടയിലേക്കോ കുറയ്ക്കണം. വൈനിന്റെ നികുതി എന്ന് പറയുന്നത് 86%, ബിയറിന്റെ നികുതി എന്ന് പറയുന്നത് 116%. ഇതിനിടയിലേക്ക് നിർത്തിക്കൊണ്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിൽ അത് കുറയ്ക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വിചിത്രമായ വാദം അപേക്ഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്ത്രീജനങ്ങൾ അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബക്കാഡി ബ്രീസർ, അത് ബക്കാഡി പ്ലസ് എന്നീ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ അത് ഇവിടെ കിട്ടാത്തത് കൊണ്ട് സ്ത്രീകൾ അവരുടെ ഇവന്റുമായി ബന്ധപ്പെട്ട്, അവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗോവയിലേക്കും പോണ്ടിച്ചേരിയിലേക്കും പോവുകയാണ്. അത് കുറയ്ക്കാൻ വേണ്ടി കൂടി നികുതി ഇളവ് നൽകണം എന്നുള്ളതാണ് ഇതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് എം വി ഗോവിന്ദൻ ഒരു നോട്ട് കുറിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ നടപടിക്രമമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് നികുതി സെക്രട്ടറിക്കാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധിച്ച് ഉചിതമായ പ്രപ്പോസൽ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അദ്ദേഹം ഒപ്പിട്ടിട്ട് ആ ഫയലിനകത്ത് അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു നിർദ്ദേശം നികുതി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ 251% നികുതി എന്നുള്ള ആ നിലപാടിൽ നിന്ന് ആ സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. അവരുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് പുറത്തു വരുന്നതെങ്കിലും ആ സർക്കാർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അവർ 251% നികുതി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ സർക്കാർ വന്നപ്പോഴാണ് അതിനകത്ത് നികുതി കുറയ്ക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അങ്ങനെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബക്കാഡി കമ്പനി ഇങ്ങനെ ഒരു അപേക്ഷ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നൽകിയിട്ടുള്ളത്. സേഫ്. യെസ്, അപ്പോൾ അന്ന് ബക്കാഡി കമ്പനി അന്നത്തെ LDF സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സൈഫ്, ഈ കത്ത് ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള ഫൈറ്റിലേക്ക് എത്ര വലിയ അത് കുറെ കൂടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, എന്ന് വെച്ചാൽ അന്നൊരു കത്ത് ബക്കാഡി തന്നതാണ്, ഞങ്ങളത് പരിഗണിച്ചതേയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള കുറെ കൂടി ശക്തമായൊരു ആയുധമായി പ്രതിപക്ഷത്തിനാവുമോ? അതോ എന്തായിരിക്കും ഈ കത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇപ്പോഴത്തെ ഈ തർക്കത്തിൽ? ഇത് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. ധനാഭ്യർത്ഥന ചർച്ചകളാണ് നടക്കുന്നത്. 1-ാം തീയതി ഫിനാൻസ് ബില്ലും വരുന്നുണ്ട്. ഈ വിഷയം സജീവമായി ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനം ഇടതുമുന്നണി എടുത്തിട്ടുണ്ട്. അത് നിയമസഭയ്ക്ക് അകത്തും പുറത്തും എല്ലാം അത് ഉയർത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുൻ മന്ത്രിമാരായിരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനറുമെല്ലാം ഈ വിഷയത്തിനെതിരെ രംഗത്ത് വരുന്നത്. ഈ കത്തിൽ അവർ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ വിഷയം വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറയുകയും ചെയ്തു. അന്ന് അങ്ങനെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അപേക്ഷയല്ല കേട്ടോ, അതിനകത്ത് വേറൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് എം വി ഗോവിന്ദൻ മന്ത്രിയായിരുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരു അപേക്ഷ മാത്രമാണ്. പിന്നീട് എം പി രാജേഷ് എക്സൈസ് മന്ത്രിയായി വന്നതിന് ശേഷം പിന്നീടും അപേക്ഷ കിട്ടിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന എം പി രാജേഷും അതുപോലെ തന്നെ ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാലും ഈ വിഷയത്തെക്കുറിച്ച് അവർ രണ്ടുപേരും ഇരുന്ന് ചർച്ച നടത്തുകയും ഏതാണ്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും, ഏതാണ്ട് 550 കോടി രൂപ അധിക വരുമാനം ഉണ്ടാകും എന്ന ആലോചനയിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് അന്ന് ചെയ്തത്. അതുകൊണ്ട് ഈ കത്ത് അവർ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം പറയുന്നത് ഈ കത്ത് അന്ന് ഞങ്ങൾ തീരുമാനമെടുക്കാത്ത കത്തിൽ ഈ കത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ഭരണപക്ഷം നേരെ തിരിച്ചാണ് പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് നിങ്ങളാണ്. ഇതിന് തുടക്കം കുറിക്കുകയും ബക്കാഡി കമ്പനി ആദ്യം സമീപിക്കുകയും ചെയ്തത് നിങ്ങളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിന്റെ തുടർച്ച എന്നോണമാണ് VD സതീശൻ സർക്കാരിന്റെ മുന്നിലേക്ക് അത് എത്തിച്ചേർന്നത്. അതിനകത്തൊരു തീരുമാനമെടുത്തു. നിങ്ങൾ നികുതി ഘടന തീരുമാനിച്ചില്ല,
250%, 251% നികുതി എന്നുള്ളത് അതിനകത്ത് നിൽക്കുകയാണ്. അത് ഘടന തീരുമാനിക്കാതെ അങ്ങനെ അതായിരിക്കും നികുതി, അവർ കച്ചവടം നടത്തുകയാണെങ്കിൽ അതായിരിക്കും നികുതി എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ നികുതി ഘടന തീരുമാനിച്ചു. നികുതി ഘടന തീരുമാനിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് നിങ്ങൾ കൊണ്ടുവന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗം. ഈ കത്ത് രണ്ടുപേർക്ക് ഒരേപോലെ ഉപയോഗിക്കാം. ഒന്ന് LDF ഉപയോഗിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ മുന്നിലേക്ക് അപേക്ഷ വരികയും അന്ന് എക്സൈസ് മന്ത്രി, അതൊരു സാധാരണ നടപടിക്രമം എന്ന നിലയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ധനകാര്യ സെക്രട്ടറിക്ക് ഇതിനകത്ത് ആവശ്യമായ പ്രപ്പോസൽ സമർപ്പിക്കുമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ പ്രപ്പോസൽ വന്നിട്ടുണ്ടാകാം. പ്രപ്പോസൽ വന്നിട്ട് ഞങ്ങളത് നടപ്പാക്കിയിട്ടില്ല. അതിനുശേഷം 3 വർഷത്തോളം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ള വാദം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. അതേസമയം തന്നെ ഭരണപക്ഷം ഉന്നയിക്കുന്ന കാര്യം ഇത് ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കാര്യമല്ല. വീര്യം കുറഞ്ഞ മദ്യത്തെ കൊണ്ടുവരികയും ബക്കാടി കമ്പനി അപേക്ഷ നൽകുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കാണ്. അതിനകത്ത് ഞങ്ങൾ നികുതി ഘടന തീരുമാനിച്ചു എന്ന വാദം ഭരണപക്ഷം ഉയർത്തുന്നുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ജയം എന്നറിയണമെങ്കിൽ ഇത് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തുമോ, ഫിനാൻസ് ബില്ലിന്റെ ഭാഗമായിട്ട് ഇത് വന്നതിന് ശേഷം ഈ നികുതി തന്നെ ഏർപ്പെടുത്തുമോ, അതോ മദ്യനയം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് ഫിനാൻസ് ബില്ലിൽ മൗനം പാലിക്കുമോ എന്ന് അറിയണം. ഫിനാൻസ് ബില്ലിൽ മൗനം പാലിച്ചിട്ട് അത് നടപ്പാക്കേണ്ടതില്ല എന്ന, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കേണ്ടതില്ല എന്ന ധാരണയിലേക്ക് വി.ഡി. സതീശൻ എത്തിച്ചേരും. വി.ഡി. സതീശൻ അങ്ങനെ എത്തിച്ചേർന്നാൽ U-turn നമ്പർ 3 എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിൽ പറയാം. അല്ലെങ്കിൽ U-turn നമ്പർ 2 അതിൽ നിൽക്കും. അത് 2 വിഷയങ്ങളിൽ U-turn അടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ U-turn അടിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ U-turn നമ്പർ 3 എന്ന് പറയേണ്ടി വരും. അത് ഫിനാൻസ് ബില്ല് വരുമ്പോൾ 1-ാം തീയതി ഫിനാൻസ് ബില്ല് വരുമ്പോൾ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ശരി.